വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഔട്ട്സ്റ്റാൻഡിങ് അതിൻ്റെ വ്യത്യസ്തമായ ഏരിയയിലേക്ക്, വ്യത്യസ്തമായ കസ്റ്റമറുടെ നേച്ചറിലേക്ക് ഉള്ള യാത്ര നമ്മുടെ തുടരുകയാണ്. ചില തരം കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെ കാണുമ്പോൾ ഇത്രമാത്രം നല്ല മനുഷ്യർ ഈ ലോകത്ത് വേറെ ആരില്ലെന്ന് തോന്നും. ആക്യുറേറ്റ് പേയ്മെൻറ്റ്, 20,000 രൂപയുടെ പർച്ചേസ് നടത്തുന്നു. അത് കമ്പനി ഡയറക്റ്റ് കൊടുക്കുന്ന കസ്റ്റമറായാലും, ഡിസ്ട്രിബ്യൂട്ടർ നേരിട്ട് സപ്ലൈ ചെയ്യുന്ന ആളായാലും, ഇനി ഡീലർ എൻ കൺസ്യൂമർ കൊടുക്കുന്ന കേസായാലും കൃത്യമായ പേയ്മെൻറ്റ് വരുന്നു. 40,000 രൂപയുടെ ഓർഡർ തരുന്നു, നമ്മൾ സെയിൽ ചെയ്യുന്നു, കൃത്യമായി 40,000 രൂപ പേയ്മെൻറ്റ് നമുക്ക് വരുന്നു. ഒരു 60,000 രൂപയുടെ ഒരു ഓർഡർ തരുന്നു, നമ്മൾ കൃത്യമായിട്ട് അയക്കുന്നു, അക്യുറേറ്റായിട്ട് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ ആ കസ്റ്റമറിനെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞു. നെക്സ്റ്റ് പർച്ചേസ് കസ്റ്റമറുടെ വരുന്ന 1,20,000 രൂപയുടെ പർച്ചേസ്. നമുക്ക് അയാളുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം, ഹിസ്റ്ററിയിൽ പ്രോബ്ലം ഒന്നുമില്ല. കൃത്യം 15 ദിവസം അല്ലെങ്കിൽ 30 ഡേയ്സിനുള്ളിൽ നെഫ്റ്റ് വന്നിട്ടുണ്ട്, പേയ്മെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. എന്തിന് പേടിക്കണം? അയച്ചു 1,20,000 രൂപ. 30 ദിവസം കഴിഞ്ഞു, കോൾ ചെയ്യുന്നു, കോൾ എടുക്കുന്നില്ല. നേരിട്ട് പോകാൻ ശ്രമിച്ചു, ആ കസ്റ്റമറെ കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഓഫീസിൽ അദ്ദേഹമില്ല, അല്ലെങ്കിൽ ഷോപ്പിൽ അദ്ദേഹമില്ല. രണ്ടാമത്തെ ദിവസം ഫോൺ ചെയ്യുന്നു, ഫോൺ എടുക്കുന്നില്ല. മൂന്നാമത്തെ ദിവസം ഫോൺ സ്വിച്ച് ഓഫ്. ആകെ ടെൻഷനായി. അപ്പോൾ ആ കസ്റ്റമറുടെ സിസ്റ്റം എങ്ങനെയായിരുന്നു? 20,000 രൂപയുടെ പർച്ചേസ് നടത്തിയപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പേയ്മെൻറ്റ് വന്നു. 40,000 രൂപയുടെ ഓർഡർ വീണ്ടും അയച്ചു. ഓർഡർ തന്നു, 40,000 രൂപ അയച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ ഒരു പ്രശ്നം പറ്റിയത്? ശരിക്കും നമ്മൾ ഇങ്ങനെ ഉള്ള കേസുകളിൽ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ആ കസ്റ്റമറെ സ്റ്റഡി ചെയ്യണം. അയാളുടെ വഴികൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അയാൾ എവിടേക്കാണ് ഈ നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കുന്നത്, അവരിൽ നിന്നും അയാൾ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മനഃപൂർവ്വമായി നമ്മളെ പറ്റിക്കാൻ നോക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. ഒരു കസ്റ്റമറെ, ഏത് കസ്റ്റമറായാലും അവരെക്കുറിച്ച് പഠിച്ചിരിക്കണം, അവരുടെ ഹിസ്റ്ററി പഠിച്ചിരിക്കണം, അവരുടെ മൂവ്മെൻറ്റുകൾ പഠിച്ചിരിക്കണം, അവരെങ്ങനെയുള്ള ആൾക്കാരാണ്, എങ്ങനെയുള്ള ഡീലേഴ്സാണ്, എങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്, എങ്ങനെയുള്ള കസ്റ്റമറാണ്. ഇത് പഠിച്ച ശേഷമാണ് നമ്മൾ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും നീക്കാവുള്ളൂ. റിയാലിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ ആ 1,20,000 രൂപ അദ്ദേഹം തരാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കണ്ടു, ബിസിനസ് വളരെ വളരെ മോശമാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, എനിക്ക് റൂട്ടിൽ നിന്നും പേയ്മെൻറ്റുകൾ കിട്ടാനുണ്ടെന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് പറയാം. റൂട്ടിൽ നിന്നും വളരെയധികം പേയ്മെൻറ്റുകൾ കിട്ടാനുണ്ട്. ഈ റൂട്ടിൽ നിന്നും പേയ്മെൻറ്റുകൾ എനിക്ക് അധികം കിട്ടാനുണ്ട് എന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡീലർ പറയുന്നു എനിക്ക് എൻ കൺസ്യൂമറിൽ നിന്നും, കോൺട്രാക്ടേഴ്സിൽ നിന്നും പേയ്മെൻറ്റ് കിട്ടാനുണ്ട്. പർച്ചേസ് നടത്തുമ്പോൾ, ഈ ഡീലറോ ഡിസ്ട്രിബ്യൂട്ടറോ പർച്ചേസ് നടത്തുമ്പോൾ എനിക്ക് റൂട്ടിൽ നിന്നും പേയ്മെൻറ്റ് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ എൻ കൺസ്യൂമറിൽ നിന്നും കുറേ അധികം പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനുണ്ട്. അത് കളക്ട് ചെയ്താലാണ് നിങ്ങളുടെ പൈസ ഞാൻ തരികയുള്ളൂ എന്നുള്ള എഗ്രിമെൻ്റ് പറഞ്ഞിട്ടല്ല ഇവർ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയത്, അല്ലല്ലോ. അപ്പോൾ ന്യായമായിട്ടും അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയുന്നത് ഒരു എത്തിക്സിന് നിരക്കാത്തത് തന്നെയാണ്. ആ പേയ്മെൻറ്റ് തരേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്, ആ ഡിസ്ട്രിബ്യൂട്ടർക്കുണ്ട്, ആ ഡീലർക്കുണ്ട്. ഇവിടെ എന്താണ് പറ്റിയ പ്രശ്നം? ആ ഡീലറെ അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടറെ കൃത്യമായി സ്റ്റഡി ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അയാൾ കൃത്യമായിട്ട് ആക്യുറേറ്റായിട്ട് പേയ്മെൻറ്റുകൾ തന്നുകൊണ്ടിരിക്കുന്നു. അത് ടെക്നിക്കലായിട്ട് ചിലപ്പോൾ വല്ലയിടത്തും കടം മേടിച്ചിട്ടായാണെങ്കിലും പുള്ളി പൈസ തന്നുകൊണ്ടിരിക്കുകയാണ്.
ചില ബിരുദന്മാരെ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് അവരുടെ സ്വഭാവം? ഒരു 2500 രൂപ കടം ചോദിച്ചാൽ ആ 2500 രൂപ തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച കൊണ്ടുതരും. പിന്നെ ഒരു 5000 രൂപ കടം ചോദിച്ചാൽ ചിലപ്പോൾ ആ കാശ് അവർ വെറുതെ വാങ്ങിച്ച് വയ്ക്കുന്നതായിരിക്കാം. ചൊവ്വാഴ്ച തരാമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുമ്പേ തിങ്കളാഴ്ച കൊണ്ടുതരും. പിന്നെ ഒരു 10000 രൂപ മേടിച്ചുകൊണ്ട് പോകും. അത് കിട്ടലുണ്ടാവില്ല. ഈ കസ്റ്റമറുടെ രീതികൾ, സ്റ്റൈലുകൾ പല രീതിയിലാണ്. നിങ്ങളെ എനിക്ക് പറ്റിക്കണം, പറ്റിച്ചേ മതിയാകൂ. ചില ആൾക്കാർ അങ്ങനെ ശപഥം ചെയ്ത് ഇറങ്ങും. നമ്മൾ തീർച്ചയായിട്ടും നമ്മളതിന് നിന്ന് കൊടുത്താൽ ഉറപ്പായിട്ടും നമ്മളെ പറ്റിക്കാൻ അവർക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ അടിവരയിട്ട് പറയാം, അവർ പറ്റിച്ചിരിക്കും. ഈ കസ്റ്റമറും ഇതുപോലുള്ള നേച്ചറുള്ള കസ്റ്റമർ അവർ ഇപ്പോൾ ഇവിടെ വന്ന ഒരു പ്രശ്നം, നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്ത കേസ് 1,20,000 രൂപ ആ കാശ് കിട്ടാൻ പോകുന്നില്ല. നെക്സ്റ്റ് ഡേ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നു. അപ്പോൾ പറയുന്നു, ഞാൻ ഈ പൈസ നിങ്ങൾക്ക് തരാം, കുറച്ചുകൂടി ഷോപ്പൊന്ന് വിപുലീകരിക്കാനുണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഒന്ന് വിപുലീകരിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊന്ന് മൊത്തത്തിൽ ഇത്തിരി ടൈറ്റ് വന്നാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ അടുത്ത ആഴ്ച ഒന്ന് വരൂ. അടുത്ത ആഴ്ച ചിലപ്പോൾ അവിടെ ആ ഷോപ്പ് ഉണ്ടായിക്കണമെന്നില്ല. ഒന്നുകിൽ അയാൾ ബിസിനസ് നിർത്തി കാണും. നിർത്തിയിട്ടില്ലെങ്കിൽ ഞാനിവിടെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്, നിങ്ങളതിനിപ്പുറത്ത് എൻ്റെ ഒരു വാടക വീടുണ്ട്, ഞാനവിടെ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ അങ്ങോട്ട് പോരൂ കാണാം എന്ന് പറയും. ചിലപ്പോൾ 1,20,000 രൂപയിൽ ഒരു 2,500 രൂപ ഇപ്പോൾ ഇത് പിടിക്കുക എന്ന് പറഞ്ഞ് 2,500 രൂപ 5,000 രൂപ എടുത്ത് കൊടുത്തിട്ട് ആ പാവത്തിനെ സമാധാനിപ്പിച്ചിട്ട് വിടും. നെക്സ്റ്റ് ദിവസം നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി വരുമ്പോൾ ആ ഡീലറും അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവില്ല. ആ വീട്ടിൽ നിന്നും അദ്ദേഹം പോയിട്ടുണ്ടാവും. ആ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ പറയും, ഇങ്ങനെ ഒരാൾ താമസിച്ചിരുന്നു, ഞങ്ങൾക്കറിയില്ല, നിങ്ങളായിട്ടുള്ള ഡീലിംഗ് അറിയില്ല, അവരിവിടെ നിന്ന് പോയി. എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്കറിയില്ല. ശുഭം. അതോട് എല്ലാം തീർന്നു. അത് അങ്ങനെ ഒരു ബാഡ് ഡെപ്റ്റിലേക്ക് മാറുകയാണ്. ഇത്തരം കസ്റ്റമേഴ്സും നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കെൽപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു തരം കസ്റ്റമേഴ്സ് ഉള്ളത് വളരെ ആർഭാടകരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. അവർ തുമ്പില്ലാതെ ഒരു കാര്യത്തിനൊരു പിടിപ്പില്ലാതെ ചിലവാക്കുന്നവരായിരിക്കും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മാമ്മയൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വരവറിയാതെ ചിലവ് ചെയ്താൽ ഇരുപകൽ അറിയാതെ ഏകാദശി നോക്കുമെന്ന്. ചിലപ്പോഴൊക്കെ അത് പലപ്പോഴും മനസ്സിലേക്ക് ഓടി വരാറുള്ളൊരു കാര്യമാണ്, പല കാര്യങ്ങളായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇത് ഒരു ആവശ്യമുള്ള ചിലവാണോ നമ്മൾ ചിലവാക്കുന്നതെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ ഈ അമ്മാമ്മ പറഞ്ഞു തന്ന ഈ കവിത പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വരും. പല റീറ്റെയിൽ ഷോപ്പുകാരായാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സായാലും പൈസ അൺകൺട്രോളായിട്ട് ചിലവാക്കി കളഞ്ഞാൽ ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമായിരിക്കും. എവിടെ ചിലവാക്കേണ്ട, ഷോപ്പിൽ ചിലവാക്കേണ്ട പൈസ, കസ്റ്റമറിന് കൊടുക്കേണ്ട പൈസ അതെടുത്തിട്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്താലോ, വേറെ രീതിയിൽ മറിച്ച് ടൂറ് പോയാലോ, വേറെ അവസ്ഥയിൽ ചിലവാക്കിയാലോ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ആയാലും റീറ്റെയിൽ ബിസിനസ് ആയാലും ഒരു കമ്പനിയുടെ കാര്യത്തിലായാലും ഫണ്ട് വളരെ കാര്യക്ഷമതയോടെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഫണ്ട് മാറ്റി വച്ചിരിക്കുന്നത് അതേ പർപ്പസിന് മാത്രമേ അത് ചിലവഴിക്കാവുള്ളൂ. അങ്ങനെ അതിര് വിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവഴിച്ചാൽ വളരെയധികം പ്രതിസന്ധിയിൽ പ്രശ്നത്തിൽ വന്ന് കയറും. പിന്നെ നമ്മുടെ ഫണ്ട് ബ്ലോക്കാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരും. അതൊക്കെ വളരെ പ്രശ്നത്തിലേക്കും മാനസിക സംഘർഷത്തിലേക്കും, പൈസ ചോദിക്കാൻ കസ്റ്റമർ വരും, അപ്പോൾ പൈസ കൊടുക്കാൻ ഇല്ലാതെ വരും. അത് വലിയ പ്രശ്നത്തിലേക്ക് വന്ന് അവസാനം വലിയ ദുരന്തത്തിലൊക്കെ കലാശിച്ച പല സംഭവങ്ങളും കേട്ടിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ഫണ്ട് ചെലവഴിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം. അവസാനം ആ കുടുംബമായിരിക്കും അത് സഹിക്കേണ്ടി വരുന്നത്. അയാൾക്ക് എന്തെങ്കിലും രീതിയിൽ മാനസിക സംഘർഷം ചേർന്ന് ഈ ജീവിതം, അല്ലേ, ആർക്കും ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കാം, അവരങ്ങ് തീരുമാനിച്ചാൽ മതി.
പിന്നെ ബാക്കിയുള്ളവരാണ് അത് അനുഭവിക്കേണ്ടി വരുന്നത്. ആ കുടുംബവും ഫാമിലിയും ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു, ഇനി ഞങ്ങൾക്ക് ഒന്നുമില്ല, വിൽക്കാനൊന്നുമില്ല, തരാനൊന്നുമില്ല, നഷ്ടം വന്നു എല്ലാം. ആ പാവം ഡിസ്ട്രിബ്യൂട്ടർ ചിലപ്പോൾ പെടും, ആ ഡീലർ പെടും, അല്ലെങ്കിൽ ആ കമ്പനി പെടും. പൈസ പോയി. അതും ഒരു തരത്തിലുള്ള ബാഡ് ഡെപ്റ്റുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ വാച്ച് ചെയ്തിരിക്കണം. അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മുന്നോട്ടുള്ള പോക്ക്, അവരെങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്. നമ്മളൊരു സാധനം ഒരു കസ്റ്റമറിന്, നമ്മളൊരു ഗുഡ്സോ പ്രോഡക്റ്റോ ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അവരെ ശരിക്കും വാച്ച് ചെയ്ത് പഠിച്ചിരിക്കണം. അവരുടെ മൂവ്മെൻറ്റ് പഠിച്ചിരിക്കണം. അവർ ശരിയായ റൂട്ടിലാണോ പോകുന്നത്, ശരിയായ രീതിയിലാണോ അവരുടെ മാനേജ്മെൻറ്റ്. അത് നമ്മൾ എല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ലെങ്കിലും കുറച്ചൊക്കെ പഠിച്ചിരിക്കണം. നമ്മൾ പഠിച്ച് തന്നെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകണം. അല്ലാതെ മുൻകൂട്ടി ഒരു മുൻവിധി നമ്മൾ എടുക്കരുത്. ഒരു മനുഷ്യനെയും നമ്മൾ അത്രമാത്രം അങ്ങ് ബിസിനസ്സിലും പൈസയിലും വിശ്വസിക്കേണ്ട. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ പുതിയ കാര്യങ്ങളുമായിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.